അമ്മ ഞാൻ ഇറങ്ങുവാണ്. മോളെ നോക്ക്, ആരാണ്ടോ വരുന്നു. സിതാരയാണോ? അതെ, ആരാ? ഇത് ഡയന, ഞാൻ ആയിഷ. ഞങ്ങൾക്കല്പം സംസാരിക്കാനുണ്ട്. അയ്യോ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണല്ലോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നതാ കാര്യം? അല്ല, അതങ്ങനെ തിരക്കിട്ട് പറയേണ്ട കാര്യമല്ല. എന്നായാലും ഇപ്പൊ നേരമില്ല. അമ്മയോട് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് തിരക്കൊന്നുമില്ല. വല്ല പോളിസിക്കാണെങ്കിൽ നടക്കുകയല്ല കേട്ടോ. അമ്മേ, പോളിസിക്കാരാ? പോളിസിയാണ് ഇപ്പൊ തന്നെ 2 ഉണ്ട്. LIC മെഡിക്കൽ ഇൻഷുറൻസും. നല്ല ഭാര്യ അമ്മേ. നമുക്ക് അവരുടെ ഓഫീസിലേക്ക് വിട്ടാലോ? ചേച്ചി, ഒരു ഡൗട്ട്. ഈ ഫയലൊന്ന് നോക്കൂ, അർജന്റാ. എന്നാ അർജന്റ്? സെക്രട്ടറി കണ്ടാലേ ഡിസ്പാച്ച് ചെയ്തുള്ളൂ. ലഞ്ച് കഴിഞ്ഞിട്ട് മതി മോളെ, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. സിത്താര സാറേ, 2 സ്ത്രീകൾ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയും വന്നോ? അത്യാവശ്യമായതുകൊണ്ടാണല്ലോ. എന്നാ? അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? ഈ വിവേകാനന്ദനല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ്? അതെ. അതിവിടെ. പക്ഷെ കൊച്ചിയിൽ ഇയാള് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ല ഞങ്ങൾ വന്നത്. വിവേകാനന്ദന് ഭാര്യയും മോളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ അയാളുടെ എറണാകുളത്തെ ജീവിതം ഒന്നും അറിഞ്ഞില്ല. ഏത് സാധാരണ ഭാര്യയും പോലെ നിങ്ങൾ അയാളെ വിശ്വസിച്ചു. അയാളുടെ എല്ലാ വീക്ക്നെസ്സും നിങ്ങൾ 2 ആളും ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടാവും. അത് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഡിസ്കസ് ചെയ്യാനൊക്കുന്ന കാര്യമല്ല. ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. രാത്രിയുള്ള വിളിക്കും. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അപ്പോൾ അവള് പറയും. അതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ബാഗിൽ വിവേകാനന്ദൻ്റെ കുറച്ച് ഐറ്റംസാണ്. വീട്ടിൽ കൊണ്ടുപോയി തുറന്നാൽ മതി. സിതാര, ഡയാനയാണ്. ആയിഷ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് തന്നെയായിരിക്കും. ബെഡിൽ അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേടിക്കണ്ട, പറയാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ ശരീരം എനിക്കും. അതയാൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല. ആണോ? എൻ്റെ മുലകളിലും പൊക്കിളിന് താഴെയൊക്കെ അയാൾ കടിച്ചു കുറച്ച് കുറെ പാടുകളുണ്ട്. കാണുന്നു സിതാരയ്ക്ക്? അതവിടെയും കാണുമല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലായില്ലേ? അന്ന് മുതൽ പൂമുഖവാതിൽക്കല് പൂന്തിങ്കളായിട്ട് ജീവിക്കല്ലേ? നമ്മൾ ഒരുമിച്ച് നിന്നാ ഇത് അവസാനിപ്പിക്കാം. അയാൾ ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞുതരും. ഞാൻ ഫോൺ കൊടുക്കാം. സിതാര ടെൻഷൻ ആവണ്ട. ഉത്തമ ഭാര്യ എന്നുള്ള ഈ ടാഗ് ലൈൻ മനസ്സിൽ നിന്ന് തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അയാളുടെ പുതിയ ഇരയത്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും. അത് ഉറപ്പാ. സിതാര ആലോചിക്കേ. പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ. സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി.